വീൽ ടു ഹീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓഫ് റോഡ് ക്ലബ്ബ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു ഓഫ് റോഡ് റേസിംഗിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നൊരു വണ്ടി കസ്റ്റം മെയ്ഡാണ്. ഇത് വരുന്നത് 1.6 ലിറ്റർ ബലേനോയുടെ എഞ്ചിനും കസ്റ്റം മെയ്ഡ് ചാസിയും കൂടിയുള്ള ഒരു വെഹിക്കിളാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ലുക്കുള്ള ഒരു ഓഫ് റോഡ് ബഗ്ഗി പോലുള്ളൊരു വെഹിക്കിളാണിത്. ഇൻഡിവിജ്വൽ ടയർ ലോക്കിംഗ് സിസ്റ്റം, അതായത് കംപ്രസ്ഡ് എയർ യൂസ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽ ടയർ ലോക്കിംഗ് സിസ്റ്റം അടക്കം ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിളാണ്. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് കാണുന്നൊരു വെഹിക്കിളാണ്. ഇതിൻ്റെ റേസും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് കാണാം. ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മത്സരമായിരുന്നു. ഇൻഡിവിജ്വൽ ടയർ ലോക്കിംഗ് സിസ്റ്റമാണ് ഈ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് ആ ഒരു ടേൺ അത് തിരിഞ്ഞു പോയത്. അതുപോലെ തന്നെ വളരെ എക്സ്ട്രീം കണ്ടീഷൻസിലൂടെ ഓടിക്കാൻ പാകത്തിനാണ് ഈ വണ്ടി അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കണ്ടോ, സിമ്പിളായിട്ട് നിന്ന് തിരിയുന്നത്. ഒരു കയറ്റങ്ങൾ ഇറങ്ങാനാണെങ്കിലും ഓഫ് റോഡ് ഏത് ടെറൈനിലും വളരെ ഈസി ആയിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു വെഹിക്കിളാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കസ്റ്റം വെഹിക്കിൾസാണ് എല്ലാം യൂസ് ചെയ്യുന്നത്. ട്രാക്കിൽ യൂസ് ചെയ്യാനായിട്ട് ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള വെഹിക്കിൾസാണ് ഈ ഒരു പർപ്പസിന് യൂസ് ചെയ്യുന്നത്. ഓരോ എക്സ്ട്രീം സിറ്റുവേഷൻസിലും അവർ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും വളരെ വ്യത്യസ്തമാണ്. പെട്രോൾ ക്ലാസ്സിൽ ബിഗിനേഴ്സ് ക്ലാസ്സാണ് ഇപ്പോൾ ഒരു മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, വളരെ എക്സൈറ്റിംഗ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നതും വളരെ രസമായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫീലിംഗ്. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രാക്കും കൂടിയാണ്. ഓരോ ടേണും ഓരോ കർവും ഓരോ കുഴിയും പമ്പും എല്ലാം വളരെ പാടുപെട്ടാണ് അവർ ചെയ്യുന്നത്. എന്നാൽ വളരെ രസമായിട്ട് വണ്ടി കയറി പോകുന്നുണ്ട്. ആ ഒരു ബിൽഡ് ചെയ്തേക്കുന്ന ഒരു വെഹിക്കിളിൻ്റെ ഒരു ഗുണം കൂടിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോ, ഒരു ബോട്ടിനെയും ഒരു ബഗ്ഗിനെയും കൂടിയൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു കസ്റ്റം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു 4x4 വെഹിക്കിളാണ്. ഒരു വെഹിക്കിൾ നല്ലൊരു മെഷീൻ, കസ്റ്റം മെഷീനാണ് അവർ ഈ ബിൽഡ് ചെയ്തെടുത്തേക്കുന്നത്. ചെളിയിലേക്കൊക്കെ ഇറക്കാൻ നേരത്ത് വളരെ ഈസി ആയിട്ട് കയറി പോരുന്നുണ്ട്. എല്ലാ ടെറൈനും അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കുന്നുണ്ട് വെഹിക്കിൾ. നല്ല ട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഡൈനാമിക്സ് ആണെന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് കയറി പോരുന്നുണ്ട്. ഓരോ ഡിഫിക്കൽട്ടീസ് ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾസും കവർ ചെയ്യാനായിട്ട് അവർ എടുക്കുന്ന സമയമൊക്കെ വളരെ കുറച്ച് തന്നെയാണ് എടുക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ പെർഫോം ചെയ്യുന്നുണ്ട്. പലർക്കുള്ള ഡൗട്ടാണ് ഈ വണ്ടി റോട്ടിൽ കൂടെ ഓടിക്കാൻ പറ്റുമെന്ന്. ഒരിക്കലും പറ്റില്ല. ട്രാക്കിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റം ബിൽഡ് ചെയ്തേക്കുന്ന ഒരു വെഹിക്കിളാണ്. ഇതൊരു മെഷീനാണിത്. അതൊരിക്കലും റോഡ് ലീഗലല്ല. അപ്പോൾ നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഈ ട്രാക്കിൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷനിലാണ് ഓരോന്ന് നിൽക്കുന്നത്. ഒരു മണ്ണിട്ടാണ് അവിടെ കയറി പോകാനായിട്ട് ട്രൈയിൽ കയറി പോകുന്നില്ലെന്നുണ്ടെങ്കിൽ റിക്കവറി ആണ് പിന്നീടുള്ള ഓപ്ഷൻ. അവരത് മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. കൂടാതെ അവരുടെ ടീംമേറ്റ്സും ഉണ്ട്. ഒരു റിക്കവറി വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു.